അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷബീർ ഫൈസി, നമ്മളെ വഫാത്തായി പോയ വിദ്യാപ്പള്ളി ഉസ്താദിൻ്റെ ഒരു വോയിസ് ഇങ്ങനെ വരുന്നുണ്ട്. തറാവീഹ് നിസ്കാരം ഇമാമിനോട് കൂടെ നിസ്കരിച്ചാൽ ഖളാ ആയത് വീടും എന്ന് പറഞ്ഞിട്ട്, എന്താണ് ശരിക്കും അങ്ങനെയാണോ, അല്ലെങ്കിൽ ഖളാ ആയ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ചെയ്ത് ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കലാണോ ഉദ്ദേശിക്കുന്നത്? ആണെങ്കിൽ രണ്ടാണെങ്കിലും എവിടെയാണ് അതിൻ്റെ നെക്കല്, എന്താണ് സംഭവം, ഒന്ന് വിശദീകരിക്കോ? വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. സുന്നത്ത് നിസ്കരിക്കുന്നവനോട് ഫർദ് നിസ്കരിക്കുന്നവന് തുടരാം. മസലുണ്ട്. ഇപ്പൊ ഖളാ വീട്ടുകയാണെങ്കിലും തുടരാം. ഇപ്പൊ തറാവീഹ് നിസ്കരിക്കുന്ന ആളോട് സുബ്ഹി ഖളാ വീട്ടുന്നവനിക്ക് തുടരാം. സുബ്ഹി ഖളാ വിടും. എന്നാ പിന്നെ ഓട്ടോമാറ്റിക് സുന്നത്ത് തറാവീഹ് നിസ്കരിക്കുന്നവനോട് ഒരാൾ തുടർന്ന് കൊണ്ട് ഖളാ വീടും എന്ന് ഇത്ലാക്കിലൊന്നുമില്ല. നിരുപാധികം അത് കൂടുന്നില്ല. പിന്നെ തറാവീഹും അതുപോലെ ഫർളും ഒപ്പം കരുതിയാൽ രണ്ടും ബാത്തിലാവും. ഇതാണ് മസാല ഉള്ളത്. സുബ്ഹി മാത്രമല്ല, ളുഹറും ഖളാ വീട്ടാം, മഗ്‌രിബും ഖളാ വീട്ടാം, ഏത് ഫർദ് നിസ്കാരവും ഖളാ വീട്ടാം. ഇമാമ് രണ്ടിൽ സലാം വീട്ടി കഴിഞ്ഞാൽ ബാക്കി പിന്നെ നിസ്കരിക്കേണ്ടി വരുന്നു മാത്രം. പക്ഷെ ഇത്തരം മസാലകളൊക്കെ പിന്നെ പൂർവികന്മാരൊന്നും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പാണ് അടുത്ത കാലങ്ങളിലാണ് ഈ വിഷയങ്ങളൊക്കെ വന്ന്. ഇപ്പൊ പള്ളികളിലൊക്കെ വല്ലാത്ത പ്രയാസങ്ങളാണ്. തറാവീഹ് പണ്ട് കാലങ്ങളിലൊക്കെ തറാവീഹ് നിസ്കരിക്കുമ്പോൾ തറാവീഹ് മാത്രമേ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ഏകീകരണ സ്വഭാവം പള്ളിയിൽ കാണുന്നില്ല. ഈ മസാലകളൊക്കെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ എല്ലാ ഉസ്താദുമാർക്കും ആർജവാണ്. ഇത് തറാവീഹ് നിസ്കരിക്കൽ ഹറാമാണ്. ഫർദ് ഖളാ ഉള്ള ആളുകൾ തറാവീഹ് മാത്രം നിസ്കരിക്കൽ ഹറാമ് എന്നുള്ള അടിസ്ഥാനത്തിലൊക്കെയാണ് അങ്ങനെ പറഞ്ഞു വരുന്നത്. ജനങ്ങൾക്ക് ഫർദ് ഖളാ വീട്ടുന്നതിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇതിപ്പോ വർഷത്തിൽ നിസ്കരിക്കപ്പെടുന്നതിന് ഇബാറത്ത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷത്തിൽ ഒരു വട്ടം നിസ്കരിക്കപ്പെടുന്ന നിസ്കാരങ്ങളൊക്കെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. പെരുന്നാൾക്കൊക്കെ എത്ര നിസ്കരിക്കുന്ന 15 വയസ്സ് മുതൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയായത് മുതൽ ഒരു മനുഷ്യന് ഖളാ ആവാത്ത മനുഷ്യന്മാരുണ്ടാവും. ഇവർക്കത് ഖളാ കൂട്ടിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പെരുന്നാൾ നിൽക്കാൻ പള്ളിയിൽ എത്ര ആളുണ്ടാവും? ഈ മസാല പെരുന്നാൾക്ക് എന്താ പേരാരും പറയത്ത്? പെരുന്നാൾ നിസ്കരിക്കാൻ വന്ന ആളോട് ഇത് പറയേണ്ട ആവശ്യമുണ്ട്? പറയണ്ടേ? ഈ തറാവീഹ് വന്നിട്ട് ആളുകൾ ഇവിടെ വന്ന് തറാവീഹിന് പുറത്തെ പള്ളി ശരിവിലെ പള്ളി ഒറ്റക്കും അല്ലെങ്കിൽ കൂട്ടായിട്ടൊക്കെ ജമാഅത്തുകൾ വേറെ നടത്തിയിട്ടും ഖളാഉള്ളവർ വേറെ ജമാഅത്ത്, എന്ത് വിരോധാഭാസങ്ങളൊക്കെയാണ് ഈ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഗൗരവം പറഞ്ഞു കൊടുക്കണം. ഖളാഇന്റെ ഗൗരവവും അതിന്റെ തൗബ ചെയ്യലും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോ വേറെ ഒരു ഉസ്താദിന്റെ ഇന്നലെ വോയിസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പള്ളിയിൽ കയറിയ ഖളാ വിട്ടുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് പറയണത്. ഈ മനുഷ്യന്മാര് ജന്മത്തിൽ പെരുന്നാൾ നിസ്കാരവും അതുപോലെ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കാൻ നിൽക്കുമോ? മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്താ ഈ മസാല പറയത്ത്? മൂല്യന്മാര് മയ്യത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ പറയണ്ടേ? ഫർദ് കിഫയല്ലേ? ഫർദ് അതിന് ഖളാ ഉണ്ടെങ്കിൽ അത് വീട്ടിലെ വേണ്ടത് ഹറാമല്ലേ? കല്യാണത്തിന് എന്താണ് ഇവർ പറയത്ത്? ദിക്റിന്റെ സദസ്സിൽ എന്താ പറയത്ത്? അതല്ലെങ്കിൽ മജ്‌ലിസുന്നൂറിന്റെ പരിപാടിക്ക് എന്താ പറയത്ത്? വയലിന്റെ സദസ്സിൽ എന്താ പറയത്ത്? അപ്പോൾ ലാബുദ്ധ മിൻഹുവായ വിഷയങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഖളാഇന് തിരിക്കണം എന്ന് ഫിഖ്ഹിന്റെ കിതാബിലുണ്ട്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ് എന്നുള്ള ആ ചിന്ത മറന്നിട്ടും പിന്നെ ഓരോരുത്തര് പുതിയ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ ആ ഉസ്താദിനെ, നമ്മളെ കാളമ്പാടി ഉസ്താദ് പറഞ്ഞ ആ ഒരു ത്വരീഖാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആളുകൾ ഇങ്ങനെ നമ്മുടെ ഉസ്താദ് പുതിയ ഫത്വയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ സമീപകാലങ്ങളിലാണ് ഇത്തരം വിഷയങ്ങളൊക്കെ വന്നത്. ഫത്വൽ മീനൊക്കെ പറയുന്നത് ലാബുദ്ധ മിന്നുവായ വിഷയങ്ങൾക്ക് ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഖളാഇന് വീട്ടണം എന്നാണ്. ഈ പക്ഷേ ഉസ്താദുമാരും മൂല്യന്മാരും തറാവീഹ് തുടങ്ങുമ്പോൾ തറാവീഹിന്റെ ഫളായില് പറയുന്നിടത്ത് പറയുന്നത് തറാവീഹ് നിസ്കരിക്കൽ ഹറാമാണെന്നാ. തന്നെ സാധാരണക്കാരായ ആളുകൾ പള്ളിയിലുണ്ടായിരുന്ന ഒരു ഏകീകരണ സ്വഭാവം അത് മാറിപ്പോ. ഇതാണ് ഈ
കണ്ണുർട്ടിയിട്ട് പുതിയ പുതിയ പഴയ കാലത്തുള്ള ആലിമീങ്ങൾ പറയാത്ത വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. എന്തായാലും അള്ളാഹു കാക്കട്ടെ. സ്നേഹത്തോടെ. ഇവിടെ തറാവീഹിന്റെ സമയത്തിലാണ് ഈ ഉസ്താദുമാരൊക്കെ ഈ മസ്അലയും ഈ ഫത്വയൊക്കെ പറയാറ്. അതല്ലാത്തൊരു മജ്‌ലിസിലും പറയാറില്ല. അപ്പൊ തറാവീഹ് മാത്രം ആ സമയത്തിൽ ഫർള് ഖളാ വീട്ടുക എന്നുള്ള സമ്പ്രദായം വരുമ്പോൾ പള്ളിയിലെ ഏകീകരണം ഒറ്റക്ക് അതന്നെ ഖിലാഫുൽ ഔലിയ എന്നുള്ള പറയുന്നത്. സുന്നത്ത് നിസ്കരിക്കുന്നവരോട് അംദൻ മനഃപൂർവ്വം ഫർള് ഖളാ വീട്ടുന്നത് തുടരെ ഖിലാഫുൽ ഔലിയാണ്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്? ചിലർ ഒറ്റക്കായിട്ട് വേറെ നിസ്കരിക്കണു, ളുഹറായിട്ടും അസറായിട്ടും. അപ്പോൾ ഏകീകരണ സ്വഭാവങ്ങളൊക്കെ പള്ളിൻ്റെ ഐക്യം നഷ്ടപ്പെടുന്നു. ബഹുമാനപ്പെട്ട സൈനി ദഹ്ലാന്റെ ഫത്വ ഈ വിഷയത്തിലുണ്ട്. ധാരാളം പണ്ഡിതന്മാർ ഷാഫിഈ മദ്ഹബിൽ തന്നെ ഫത്വ കൊടുത്തിട്ടുണ്ട്. ഈ കരിങ്ങപ്പാറന്റെ ഫത്ലുമീന്റെ തഖ്രീറിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഈ വർഷത്തിൽ നിസ്കരിക്കപ്പെടുന്ന പെരുന്നാള് എന്താ പെരുന്നാൾക്ക് പറയത്ത്. നമ്മുടെ ചോദ്യം അവിടെയാണുള്ളത്. പെരുന്നാളിന് എന്തുകൊണ്ട് പറയുന്നില്ല നിങ്ങൾ 2 റക്അത്ത് സുബഹി ഖളാ കിട്ടിയാൽ മതിയെന്ന്? അതാണ് ആ മസ്അല, കിതാബിലുള്ള മസ്അല അല്ലത്. കിതാബിലുള്ളതൊന്നും അങ്ങനെ പറയാനും പാടില്ല. അതാണ് പഴമക്കാർ ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പെരുന്നാൾക്ക് പറയാറില്ല. മയ്യിത്ത് നിസ്കാരത്തിന് എന്തേ ആ സമയം മയ്യിത്ത് നിസ്കരിക്കാൻ നിൽക്കരുത്, നിങ്ങൾ ഹറാമാണ്, നിങ്ങൾ അവിടെ 2 റക്അത്ത്. നമ്മ ജന്മത്തിൽ ഖളാ ഇല്ലാത്തവരാരാണ്? വളരെ അപൂർവ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണത്തോടു കൂടി ആവട്ടെ കാരണമില്ലാതെ ആവട്ടെ. അപ്പൊ ഈ ഉസ്താദുമാർ ഈ മസല പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പറയാനുള്ള ആർജവം ചില വിഷയങ്ങളെ ജനങ്ങളെ ജഹാലത്തിലേക്കും ചില ആളുകളെ ചില പോരായ്മകളിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വർഷത്തിൽ നിസ്കരിക്കപ്പെടുന്ന നിസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് എത്രയോ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ തറാവീഹിന് വരുമ്പോൾ നിങ്ങൾ എന്താക്കരുത്, ആരും അത് ഹറാമാണ്, നിങ്ങൾ ഖളാ കൂട്ടിക്കോളി എന്നുള്ള വർത്താനം അവിടെ പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അത് പറയുകയാണെങ്കിൽ എല്ലായിടത്തും പറയണം, ആ ഒരു സമയത്ത് മാത്രമല്ല.